രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. ദക്ഷ ടീച്ചർ ഇന്നെന്തേ താമസിച്ചു പോയി? ചേട്ടൻ കുറേ നേരമായി കാത്തു നിൽക്കുന്നു. ആനന്ദം പറഞ്ഞതും ദക്ഷ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് നടന്നു. ഡി, നീ അനന്തൻ്റെ പെണ്ണാടി. നിന്നെ അവൻ വെറുതെ ഒരു പേരിന് വേണ്ടി കെട്ടിക്കൊണ്ടു പോയതാ. എനിക്കറിയാത്. അവനെ കളഞ്ഞിട്ട് നീ എൻ്റെ കൂടെ പോരെ. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം മോളെ. ദക്ഷ അതിന് മറുപടിയൊന്നും പറയാതെ വേഗത്തിൽ നടക്കുകയാണ്. അവൻ അല്പ ഉച്ചത്തിൽ വിളിച്ചതും ദക്ഷ മുന്നോട്ടോടി. പെട്ടെന്നായിരുന്നു അവൾ ലേഖയെ കണ്ടത്. അമ്മയുടെ അടുത്തെത്തിയതും അവൾ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് കിതയ്ക്കുകയാണ്. എന്താ മോളെ, എന്തു പറ്റി? ലേഖയും പേടിച്ചുപോയി. അമ്മേ, അത് പിന്നെ ഞാൻ. അവിടെ അനന്തം നിൽപ്പുണ്ടായിരുന്നു. കേട്ടതും തൻ്റെ നീളമുള്ള ടോർച്ച് അടിക്കുകയാണ് ലേഖ. മോളെ, അവൻ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ലമ്മേ, ഞാൻ ഓടിപ്പോന്നു. നീ എന്താ കുട്ടി ഇത്രയും വൈകിയത്? ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നോ? അത് പിന്നെ അമ്മേ, എൻ്റെ സ്കൂളിലെ 2 മാഷുമാരും 2 ടീച്ചേഴ്സുമൊക്കെ ഏട്ടനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു. അതുകൊണ്ട് ലേറ്റായതാ. ഷോ, എന്നിട്ട് അവരോടൊക്കെ രുദ്രൻ സംസാരിച്ചോ മോളെ? കാര്യമായിരുന്നു. കുഴപ്പമില്ലമ്മേ. ഓ, സമാധാനം. അവർക്കാർക്കും ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. അമ്മയും മകളും കൂടെ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ വിശ്വനാഥൻ ഉമ്മറത്തിരിപ്പുണ്ട്. എവിടെ നിറങ്ങാൻ പോയതടി നീ? നേരം കുറേ ആയല്ലോ ഇറങ്ങിയിട്ട്. ജോലിക്ക് പോകുന്നവരൊക്കെ ഈ നേരമാവുമ്പോഴാണോടി തിരിച്ചു വരുന്നത്? ഹോസ്പിറ്റലിൽ കയറി, അതാണച്ച. അയാളോട് സാവധാനം പറഞ്ഞുകൊണ്ട് ദക്ഷ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. വേഷം മാറിക്കൊണ്ട് നിന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. എടുത്തു നോക്കിയപ്പോൾ ലക്ഷ്മിയമ്മ. ഹലോ ലക്ഷ്മിയമ്മേ. ആ മോളെ, നീ വീട്ടിലെത്തിയോ? എത്തി. വേഷം മാറുക. ലേഖ വന്നിരുന്നോ മോളെ? അതോ നീ ഒറ്റയ്ക്കാണോ പോയത്? അമ്മയുണ്ടായിരുന്നോ? ലക്ഷ്മിയമ്മയ്ക്ക് വൈകിട്ടത്തെ ഫുഡ് എങ്ങനെയാ? രുദ്രൻ്റെ അപ്പച്ചി വന്നിരുന്നു. അവരാ അത്താഴമൊക്കെ ആയിട്ട് കൊണ്ടുവന്നത്. കഴിച്ചോ? ഇല്ല മോളെ, കഴിക്കാൻ തുടങ്ങുക. ശരി, എങ്കിൽ വെക്കട്ടെ അമ്മേ. ആ ശരി മോളെ. ലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു. മോള് വീട്ടിലെത്തിയിട്ടോ? എനിക്കിപ്പോഴാണ് ശ്വാസം നേരെ വീണത്. പുഞ്ചിരിയോട് കൂടി ലക്ഷ്മി മകൻ്റെ അരികിലായി വന്ന് നിന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ദക്ഷ കാലത്തെയും വൈകിട്ടും ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ടാണ് പോകുന്നത്. അവൻ്റെ ക്ഷീണമൊക്കെ കുറവുണ്ട്. വ്യാഴാഴ്ച ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ലക്ഷ്മി അത് മരുമകളെ അറിയിച്ചു. കേട്ടപ്പോൾ അവൾക്കും സന്തോഷം തോന്നി. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം എത്തി. മോളെ, നീ വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് വരണ്ട. നേരെ വീട്ടിലേക്ക് പോന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് വരാനേ ചിലപ്പോൾ ലേറ്റാകും. എന്നാലും സാരില്ല. ലഞ്ച് ബ്രേക്ക് ടൈമിലാണ് ദക്ഷയെ വിളിച്ചിട്ട് ലക്ഷ്മി വിവരം പറഞ്ഞത്. അമ്മേ, ഞാൻ അവിടേക്ക് വന്നാൽ രുദ്രേട്ടന് ദേഷ്യമാവില്ലേ? അവൾ പതിയെ ചോദിച്ചു. അതൊന്നും നീ കാര്യമാക്കണ്ട. ഞാനും എൻ്റെ മോനും വരുമ്പോൾ നീ അവിടെ ഉണ്ടായിരിക്കണം. അതുമാത്രമേ അമ്മ പറയുന്നുള്ളൂ. അവളോട് മറുപടി കാക്കാതെ ലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു. രുദ്രൻ ആ നേരത്ത് എക്സ്റേ എടുക്കാനായി അകത്ത് കയറിയതാണ്. അവൻ ഇറങ്ങി വരാൻ ഇത്തിരി ലേറ്റായി. 3 മണിയാകുമ്പോഴേക്കും ബില്ലാകുമെന്നൊക്കെയാണ് സിസ്റ്റർ അറിയിച്ചത്. പക്ഷേ ലക്ഷണം കണ്ടിട്ട് ഇനിയും ലേറ്റ് ആവാനാണ് സാധ്യത. അതുകൊണ്ടാണ് ലക്ഷ്മിയമ്മ മരുമകളോട് വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ അറിയിച്ചത്. അതിനു മുന്നേ തന്നെ വീട് വൃത്തിയാക്കുവാനായി ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. രുദ്രൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് വീട്ടിലേക്ക് പോയിട്ട് റൂമൊക്കെ തുറന്നു കൊടുത്തു. വരുമ്പോഴേക്കും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനാണ്. ഈ സമയത്ത് ദക്ഷയാകെ സങ്കടത്തിലാണ്. തന്നെ കാണുന്നത് പോലും വെറുപ്പായ ആളുടെ വീട്ടിലേക്ക് ഇനി എങ്ങനെ പോകും? താൻ കാലത്തെയും വൈകിട്ടും ചെല്ലുന്നത് തന്നെ ആൾക്കൊട്ടും ഇഷ്ടമില്ല. ഇതുവരെയായിട്ടും തന്നെയൊന്നും മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. ആ സ്ഥിതിക്ക് താൻ അങ്ങോട്ടിനി കെട്ടിക്കയറി ചെന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദക്ഷയ്ക്ക് ആകപ്പാടെ ഒരു വല്ലാത്ത മാനസികാവസ്ഥ. പോകാണ്ടിരുന്നാലും അതിനേക്കാൾ പ്രശ്നമാണ്. കാരണം അച്ഛൻ ബഹളം ഉണ്ടാക്കും. 2 ദിവസം മുന്നേ താൻ അമ്മയോട് പറഞ്ഞുപോയി മിക്കവാറും വ്യാഴാഴ്ചത്തേക്ക് ഡിസ്ചാർജ് ആകുമെന്നുള്ളത്. അത് കേട്ടിട്ട് തൻ്റെ തുണികളെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളാൻ ഇന്ന് കാലത്തെ ഓർമ്മിപ്പിച്ചു. അവിടെ കാണുമെന്നും പറഞ്ഞ് താൻ ഇറങ്ങി പോരുകയായിരുന്നു.
ടീച്ചറെ, ടീച്ചർക്ക് ഇവരുടെ ക്ലാസ് ഇല്ലേ? മനുജ ടീച്ചർ വന്ന് കൈത്തണ്ടയിൽ കൊട്ടിയപ്പോൾ ദക്ഷ വേഗം എഴുന്നേറ്റു. ഉവ്വ്, എനിക്ക് 9 പിയിലേക്ക് പോകണം പറഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലാസ്റ്റ് പീരീഡും കഴിഞ്ഞ് ക്ലാസ് വിട്ട ശേഷം ദക്ഷ തൻ്റെ ബാഗും തോളത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങി. മനസ്സിലൊരു വലിയ പിടിവിലി നടക്കുകയാണ്. ലക്ഷ്മിയമ്മ വിളിച്ചത് പ്രകാരം പോകണം. പക്ഷെ അവൾക്കൊരു ഉത്തരം കണ്ടെത്താൻ ഒരുപാട് വിഷമം തോന്നി. ഒടുവിൽ അവൾ ഫോണെടുത്ത് ലേഖയെ വിളിച്ചു. അമ്മയോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ എന്തായാലും ലക്ഷ്മിയമ്മ വിളിച്ചതല്ലേ, മോൾ അവിടേക്ക് ചെല്ല് എന്നതായിരുന്നു അവരുടെ മറുപടി. രുദ്രന് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മോള് മടങ്ങിപ്പോരൂട്ടോ. നിനക്ക് എന്തു വന്നാലും നിന്റെ കൂടെ അമ്മയുണ്ട്. നിന്നെ അവിടേക്ക് കൊണ്ടുപോയി തള്ളി വിടുകയാണെന്നൊന്നും നീ ഓർത്തേക്കരുത്. എവിടേക്കോ നന്മയുള്ള ഒരു പയ്യനാണെന്ന് അയാളെ കാണുമ്പോൾ തോന്നുന്നു. മോളെ, എന്ന് കരുതി കുറേ നാൾ ജീവിച്ചു കഴിഞ്ഞാണ് അയാൾക്ക് നിന്നോട് അനുകമ്പ തോന്നി കൂടെ കൂട്ടുകയും ആണെന്നൊന്നും ഓർക്കണ്ട. എന്തായാലും നീ ചെല്ല്. ശരി അമ്മ, ഞാൻ വീട്ടിലെത്തി വിളിക്കാം. ദക്ഷ ഫോൺ കട്ട് ചെയ്തു. ആ നിമിഷം തന്നെ അവൾക്ക് ലക്ഷ്മിയുടെ ഫോണെത്തി. ഹലോ ലക്ഷ്മിയമ്മേ, മോളെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയോ? ഓവ്, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. ശരി, വെളിച്ചനും വലിയമ്മ എത്തിയിട്ടുണ്ട്. അവർ ഒരു ചേച്ചിയെ കൊണ്ടേ വീടൊക്കെ വൃത്തിയാക്കി എടുപ്പിച്ചു. മോളെ, വീട്ടിലേക്ക് ചെന്നാൽ മതി കേട്ടോ, അവരെല്ലാവരും ഇവിടെ കാണും. ശരി അമ്മേ. ദക്ഷ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും അവൾ ബസ് സ്റ്റോപ്പിലെത്തി. വൈകാതെ തന്നെ ദക്ഷയ്ക്ക് ബസ്സും കിട്ടി. ബസ്സിൽ കയറിയ ശേഷം അമ്മയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയും ചെയ്തു. ലക്ഷ്മിയമ്മ പറഞ്ഞ പോലെ വീട്ടിലെത്തിയപ്പോൾ വല്യച്ഛനും വല്യമ്മയുണ്ട്. അവളെ കണ്ടതും രാമചന്ദ്രൻ ഭാര്യ ഉറക്കെ വിളിച്ചു. അവരകത്തായിരുന്നു. സ്കൂളിൽ പോയതായിരുന്നല്ലേ? അതെ, അവൾ തലകുലുക്കി. രുദ്രനും ലക്ഷ്മിയും ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. വൈകാതെ എത്തുമെന്ന് അറിയിച്ചേ. വല്യച്ഛനാണ് അവളോട് കൂടുതൽ സംസാരിച്ചത്. വല്യമ്മയ്ക്കെന്തോ ദക്ഷയോട് അത്രയ്ക്ക് സ്നേഹമൊന്നും തോന്നിയില്ല. അവർ ഒരു അതിർ വരമ്പിട്ട് നിൽക്കുകയാണ്. 1-2 വാക്കുകൾ ദക്ഷ വല്യച്ഛനോട് സംസാരിച്ചിട്ട് അകത്തേക്ക് പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും രുദ്രൻ്റെ മുറിയിലേക്ക് കയറി. അവൻ്റെ മണമാണ് ആ മുറി നിറയെന്ന് അവൾക്ക് തോന്നി. കിടക്കവിരിയൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ട്. റൂമൊക്കെ വൃത്തിയാക്കി തന്നെയാണ് കിടക്കുന്നത്. അവൾ നേരെ കുളിച്ച് വേഷം മാറ്റുവാനായി വാഷ്റൂമിലേക്ക് പോയി. വാഷ്റൂമൊക്കെ നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. സഹായത്തിന് വന്ന ചേച്ചിയെ അവൾ കണ്ടിരുന്നില്ല. അവർ കിച്ചണിലായിരുന്നു. താൻ കുളിക്കാതെ അടുക്കളയിലേക്ക് ചെന്നാൽ വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ഭയം ദക്ഷയ്ക്ക് ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ നേരെ കുളിക്കാനായി പോയത്. പെട്ടെന്ന് തന്നെ അവൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് കുളിച്ചിട്ട് ഇറങ്ങി വന്നു. അതിനുശേഷം എടുത്തുകൊണ്ടുപോയ മുഷിഞ്ഞ തുണികൾ കീപ്പ് ചെയ്യുന്ന ഒരു ബാസ്ക്കറ്റിലിട്ടു. മുടി ഒന്നുകൂടെ തോർത്തി കൃത്യമായി വെച്ചിട്ട് അവൾ താഴേക്ക് ഇറങ്ങി. അപ്പോഴാണ് വല്യമ്മ ഒരു തട്ടത്തിൽ കുറച്ച് കർപ്പൂരവുമായിട്ട് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവൾ കണ്ടത്. ലക്ഷ്മിയമ്മയുടെ സംസാരം കൂടി കേട്ടപ്പോൾ ദക്ഷ പെട്ടെന്ന് തന്നെ ഉമ്മറത്തേക്ക് ചെന്നു. ഇരുവരും മുറ്റത്ത് നിൽപ്പുണ്ട്. അവരെ രണ്ടാളെയും അകത്തേക്ക് സ്വീകരിക്കുവാനായി വല്യമ്മ ഇറങ്ങിച്ചെന്ന് അവരുടെ അരികിലായി നിൽക്കുകയാണ്. തട്ടത്തിലെ കത്തിച്ചു വെച്ച കർപ്പൂരം അവർക്ക് രണ്ടാൾക്കും ശരീരമാസകൽ ഒഴിഞ്ഞ് കിഴക്കുവശത്തേക്ക് കൊണ്ടുപോകുന്നത് ദക്ഷ കണ്ടു. പെട്ടെന്ന് തന്നെ അവൾ ഒരു വശത്തേക്ക് ഒതുങ്ങി മാറി നിന്നു. വല്യച്ഛൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി അവരെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ്. അവൾക്കിതൊക്കെ ആദ്യത്തെ കാഴ്ചകളാണ്. ഇനി തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അപശകനമാവണ്ടല്ലോ എന്ന് കരുതി അവൾ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ സഹായത്തിന് വന്ന ചേച്ചിയെ അവൾ അപ്പോഴാണ് കണ്ടത്. ദക്ഷയെ കണ്ടതും അവരൊന്ന് പുഞ്ചിരിച്ചു. മോളെ, അവർ വന്നോ? ഉവ്വ്, എത്തി. ഞാൻ ചായ എടുക്കാം. മോൾക്ക് കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലായി ഇലയുടെ ഇരിക്കുന്നത് അവൾ കണ്ടു.
എനിക്കിപ്പോൾ ഒന്നും വേണ്ട ചേച്ചി. അവർക്ക് ചായ കൊടുക്കുമോ? ആ, മോൾ ഇവിടെ വന്ന് നിൽക്കുവാണോ? വാതിൽപ്പുറത്തു നിന്നും ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും സഹായത്തിന് നിൽക്കുന്ന ഉഷ ചേച്ചി ചായ എടുത്തു കഴിഞ്ഞു. മോളെ, രുദ്രനും വെല്ലിച്ചനും ഒക്കെ ഹാളിൽ ഇരിപ്പുണ്ട്, അവർക്ക് കൊടുക്ക്. അമ്മ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് വരാം. ലക്ഷ്മിയമ്മയുടെ നേർക്ക് ദക്ഷ ചായ നീട്ടിയതും അവർ അവളോട് പറഞ്ഞു. അനുസരിക്കാതെ നിവൃത്തിയില്ല. എന്നാലും ഉള്ളിൽ വല്ലാത്ത ഭയവും. ഒടുവിൽ അവൾ അവർക്ക് കൊടുക്കുവാൻ ചായയുമായിട്ട് പോയി. മോനി ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരുപാട് ക്ഷീണിച്ചു. നോക്കിയേ, കണ്ണൊക്കെ കുഴിഞ്ഞൊരു പരുവായി. കഷ്ടം. വല്യമ്മ താടിക്ക് കയ്യും കൊടുത്ത് രുദ്രനെ നോക്കി പറയുകയാണ്. രുദ്രൻ പക്ഷേ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു നിന്നു. ശേഷം അത് മങ്ങിയത് വല്യമ്മ ശ്രദ്ധിക്കുകയും ചെയ്തു. അത് ദക്ഷയെ കണ്ടിട്ടായിരുന്നു. തുടരും.